ഇനി എന്തൊക്കെ വന്നാലും ട്രംപിന് മുന്നിൽ ഭാരതം മുട്ടുമടക്കില്ല എന്നും അദ്ദേഹത്തിന്റെ നയത്തിനും പ്രഖ്യാപനങ്ങൾക്കും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് അതെന്നും വ്യത്യസ്തമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. ഗാസയിലെ വെടിനിർത്തലിനും പുനർനിർമ്മാണത്തിനും വേണ്ടി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുകയാണെന്ന വാർത്തകൾ പുറത്തുവരുന്നു. എന്നാൽ പാകിസ്ഥാനാകട്ടെ ഇപ്പോഴും ട്രംപിന്റെ വാലിൽ തൂങ്ങി നടക്കുകയാണ് എന്നതിന്റെ തെളിവ് തന്നെയാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടെ തന്നെ 11 രാജ്യങ്ങളാണ് ഇപ്പോൾ ഗാസയിലെ വെടിനിർത്തലും പുനർനിർമ്മാണവും ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകരിച്ച ഈ സമിതിയുടെ ഔദ്യോഗിക ചാർട്ടിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ഉൾപ്പെടെയാണ് കത്തയച്ചിരിക്കുന്നതും. എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതായിരുന്നു മറ്റൊരു വസ്തുത. ഇതിലൂടെ തന്നെ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാമെന്ന് ട്രംപ് കരുതുകയും ചെയ്തു. എന്നാൽ ട്രംപ് ആകട്ടെ ആ ഒരു വ്യാമോഹം ഇനിയും ഉപേക്ഷിക്കുന്നതാകും നല്ലത്. കാരണം ഇന്ത്യ ആകട്ടെ അമ്പിനും വില്ലിനും അടുക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പലകുറി അനുനയിപ്പിക്കാനായി പുകഴ്ത്തുന്ന വാക്കുകൾ ട്രംപ് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ ഭാരതം അവിടെ കാലിടറി വീഴാതെ തന്നെ ആ സ്വന്തം അല്ലെങ്കിൽ എടുത്ത നിലപാടിനെ വലിയ രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ദവോസിൽ നടന്ന ചടങ്ങിൽ മറ്റ് 11 രാജ്യങ്ങൾ അടക്കം ഇപ്പോൾ ഈ ചാർട്ടിൽ ഒപ്പിട്ടിരിക്കുകയാണ്. ഇന്ത്യ കൂടാതെ തന്നെ റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ സുരക്ഷാ കൗൺസിലിലെ സ്ഥിര അംഗങ്ങളൊന്നും തന്നെ ഈ സമിതിയിൽ അംഗമായിട്ടില്ല. ഭാരതത്തിന്റെ ദേശീയ താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ വിദേശ നയത്തിനും വിശുദ്ധമായ രീതിയിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രശസ്തി കുറയ്ക്കുന്നുവെന്ന ഒരു സമാന്തര സംവിധാനത്തിന് പിന്തുണ നൽകേണ്ടത് ഇല്ല എന്നതാണ് ഇന്ത്യയുടെ നയം. കഴിഞ്ഞ മെയ്യിൽ ഭാരതവും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ട്രംപ് ആകട്ടെ പല കുറി വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് കൂടുതലായി തന്നെ ഇന്ത്യയെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള വാക്കുകൾ ചൊടിപ്പിക്കുന്നത് വഴി വലിയ രീതിയിൽ ഇതിനെ ഇത്തരത്തിൽ ട്രംപിനോട് നയം സ്വീകരിക്കാൻ ഒരു പ്രചോദനമായി മാറിയതായും അവിടെ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ഇടപെടൽ വഴി അത് കോടിക്കണക്കിന് ജീവൻ രക്ഷിച്ചു എന്ന് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴും ഇതിലൊരു പങ്കുമില്ല എന്ന് ഭാരതം ആവർത്തിച്ചുറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഉഭയകക്ഷി വളർച്ചയിലൂടെയാണ് സംഘർഷം അയഞ്ഞതെന്നിരിക്കെ തന്നെ ട്രംപിന്റെ രക്ഷകൻ ചമയൽ ഭാരതത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി തന്നെ അവിടെ കണക്കാക്കപ്പെട്ടിരുന്നു. കൂടാതെ തന്നെ ചൈനയ്ക്കും പാകിസ്ഥാനും ഈ സമിതിയിൽ നൽകുന്ന അനാവശ്യമായ പ്രാധാന്യവും ഇത് നിരീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ സഹായത്തിനായി തന്നെ കാത്തു നിൽക്കുന്ന പാകിസ്ഥാൻ ട്രംപിന്റെ എല്ലാ പ്രഖ്യാപനങ്ങളെയും കണ്ണടച്ച് പിന്തുണ നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുന്ന പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആകട്ടെ ട്രംപിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഒപ്പം തന്നെ അർജന്റീന, ഹംഗറി, ഇന്തോനേഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ബോർഡ് ഓഫ് പീസിൽ അംഗങ്ങളായ മറ്റു രാഷ്ട്രങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.